കാശ് വേണോ? കാശ് അത്യാവശ്യമാണല്ലോ. സാധനം അടിക്കണ്ടായോ? അതാ പറഞ്ഞത്. അളിയൻ്റെ ബെഡ്റൂമിനകത്ത് ഒരു മേശ ഇരിപ്പുണ്ട്. മേശ, അതിനകത്തുണ്ട് കാശ്. അടച്ചുമ്മരുന്ന ഞാൻ എങ്ങനെ പോയി എടുക്കുന്നത്? കുഴപ്പമില്ല. ഞാൻ പോയ ആരെയും കണ്ടാ ഒന്നും കാണത്തില്ലടാ. അതിപ്പോഴേ നിനക്ക് അങ്ങനെ ഒരു വിഷമം വേണ്ട. മോട്ടിച്ചാന്നൊരു വിഷമം വേണ്ട. എന്നാലും മോട്ടിച്ചില്ലേ? അല്ലടാ, നിന്റെ ദീർഘം മാറത്തില്ലേ? ദീർഘം മാറുമ്പോ ഈ 500 എടുക്കുന്നതിന് വരെ 5000 വെച്ചു. ഞാനും അങ്ങനെ അല്ലയോ? അല്ല, എനിക്ക് ഒരുപക്ഷെ ഇതുപോലെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ 10 ഇരട്ടി വെക്കും. അതാ പറഞ്ഞു വന്നത്. ഞാൻ 2000 വെക്കണം. 2000 5000 വെക്കാം. 5000 ദീർഘമല്ലയോ? പ്രശ്നമില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇങ്ങനെ പോണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോണ എനിക്ക് പറ്റത്തില്ലടാ. നീ പോയാ മതി. പോന്നാ നീ തന്നെ മതി. പിന്നെ അണ്ണൻ പറഞ്ഞാണ് ഞാൻ പോകണ്ടെന്ന്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇങ്ങനെ പോകരുത്. ഒരു വേഷം മാറി പോണം. വേഷം മാറി? അണ്ണ ഇത് നടക്കാത്ത കേസ്. ഞാൻ പോണം. എനിക്ക് ഞാൻ സാധനം കാണിച്ചു തരാം. സാധനം എടുത്തു തരാം. നീ ധൈര്യമായിട്ടിരിക്കും. ഇതെന്തിന്? ഇത് തൊണ്ടണ സാധനം കൊണ്ട് നല്ല നിൽക്കുക. ഇങ്ങനെ നീ ഇവിടെ നിൽക്കുന്നത് പൊന്നാടയൊക്കെ ആദരിക്കുന്നത് അതുപോലെ തന്നെ. എന്തു വന്നാലും ഇത് വേണോ അണ്ണ? എന്തു വന്നാലും ഞാൻ കേടണോ? അത് വേണം. പാവല്ലേ? കുഴപ്പമില്ല. എന്തു വന്നാലേ എന്ത് അതെല്ലാം പോട്ടെ. പേഴ്സ് എവിടെ ഇരിക്കുന്നത്? പേഴ്സ് അതിന്റെ സൈഡിൽ ഒരു അലിമാരി ഇരിപ്പുണ്ട്. അലിമാരയുടെ ഒരു അറയ്ക്കകത്തുണ്ട്. വലത്തെ സൈഡില ഇടത്തെ സൈഡില? ഇടത്തെ അറ്റം. ഇടത്തെ അറ്റം. എന്റെ ഇടത്തെ അറ്റം അണ്ണന്റെ ഇടത്തെ അറ്റം. നീ അങ്ങോട്ട് കേറുമ്പോ ഇടത്തെ അറ്റം. ഞാൻ അങ്ങോട്ട് കയറിയാ മതി. ഇടത്തെ അറ്റം. എവിടെങ്കിലും നോക്ക്. സമയങ്ങളാതെ അത് വേണം. കാശ് വേണം നിനക്ക്. അണ്ണ ഒരിടത്ത് പോവല്ലേ അണ്ണ? ഞാനിവിടെ കാണും. വലത്തെ ഇടത്തെ ഇവിടെ അലമാരയില്ലല്ലോ. അയ്യോ, എന്താ അളിയ എന്ത് 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 ഇങ്ങനെ നിക്കുന്നേ? ഇങ്ങനെ നിക്കുന്നുണ്ട്. പിന്നെ ഒരു പേനയല്ല, പിന്നെ പെരിച്ചാഴിയാ? പെരിച്ചാഴി, ഒരു മുഴുത്ത പെരിച്ചാഴി എവിടെ? അകത്തോട്ട് കയറി. അല്ല, പെരിച്ചാഴി എങ്ങനെ കയറി? എന്തിനു കയറി? അല്ല, അതിന് വല്ലതും കാശിന് ആവശ്യം കണ്ടേക്കും. പെരിച്ചാഴിക്കാ? കാശിനാ? നീ ഒരു വടിയെടുത്തുണ്ടോ? വടിയുടെ ആവശ്യമൊന്നുമില്ല. വേണ്ട വേണ്ട, നിങ്ങൾ ആനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ മതി. അതങ്ങ് പൊയ്ക്കുള്ളൂ. പെരിച്ചാഴിയെ പറഞ്ഞു മനസ്സിലാക്കി നീ വടിയെടുത്തുണ്ടോ? എന്തോന്നളിയാ പറയണേ? അളിയൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല അളിയാ. പെരിച്ചാഴി കണ്ട് പേടിച്ചാ? നീ എന്തെങ്കിലും കൊണ്ടുപോവാ മണി, പെട്ടെന്ന് കൊണ്ടുപോവാ. കിട്ടിയില്ല. നമ്മുടെ പറമ്പിലുണ്ട് കേട്ടോ പെരിച്ചാഴിയാ. പിന്നെ ഇങ്ങോട്ട് മാറളിയാ. അയ്യോ അളിയാ, അടിക്കല്ല് അടിക്കല്ല്. രാമൻ അളിയാ, എന്റെ പേഴ്സ് മണി. ബാക്കി വെച്ചറാ.
ബാക്കി പൈസ ഇട്. ബാക്കി പൈസ ഇട്. ബാക്കിയാ? ബാക്കി പൈസ എടുത്ത് 500 നീ തന്നോളൂ ഇപ്പൊ. 500 എടുത്തുള്ളൂ. 500 എടുത്തോളാ. അളിയ ഞാൻ 3000 രൂപ എണ്ണി വെച്ച് ഇപ്പൊ 1500 ഉള്ളൂ. എടാ കള്ള 1500 രൂപ നീ എടുത്തോടാ. അയ്യോ എന്റെ ഞാനല്ല. എന്തിനാടാ ഇത്? നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീടല്ലൂടാ, അവളുടെ ആങ്ങളല്ലൂടാ ഇത്. കൊച്ചിലത്തെ അതേ സ്വഭാവമാണ്. പൈസ ഇടാ. അണ്ണാ ഞാൻ എടുത്തില്ല. അണ്ണാ 500 എടുത്തുള്ളൂ. ഓട്ടളിയാ അവൻ 1500 എടുത്തെന്ന് വെച്ചു. അയ്യോ എന്റെ ഞാൻ എടുത്തില്ലെന്ന്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.